കൃഷ്ണ ഗുരുവായൂരപ്പ, നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലെ നിവേദ്യ സാധനങ്ങൾ ഷീട്ടാക്കുന്നതിൻ്റെയും പ്രസാദം തിരിച്ച് കിട്ടുന്നതിൻ്റെയും ഒരു സമയക്രമം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ടിക്കറ്റ് കൗണ്ടർ പ്രവൃത്തി രാവിലെ 4 മണിക്ക് തുടങ്ങും. ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നത് വരെ ഉണ്ടാവും. പിന്നെ വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെ ഉണ്ടാവും. അതാണ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ പ്രവൃത്തി, ഉള്ളിലത്തെയും പുറത്തെയും. അതുപോലെ നിവേദ്യ കൗണ്ടർ, പായസ കൗണ്ടറൊക്കെ ഇല്ലേ, അവിടെ രാവിലെ 5 മണി മുതൽ ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നത് വരെ, വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ ഉണ്ടാവും. നിവേദ്യം ശരിക്ക് മലർ നിവേദ്യം, അത് കാലത്ത് 4 മണി മുതൽ 11 മണി വരെ ഷീട്ടാക്കാം. അത് കിട്ടുക പിറ്റേ ദിവസം കാലത്ത് 5 മണി മുതൽ 11 മണി വരെയാണ്. അതുപോലെ നെയ്പായസം കാലത്ത് 4 മണി മുതൽ പായസം ഉള്ളതിനനുസരിച്ച് വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ. പിന്നെ അത് നമുക്ക് തിരിച്ച് കിട്ടുന്നത് അന്ന് തന്നെ കാലത്ത് 5 മണി മുതൽ 10 മണി വരെയും. പിന്നെ പിറ്റേ ദിവസം കാലത്ത് 5 മണി മുതൽ 9 മണി വരെ. അതായത് വൈകുന്നേരം ഷീട്ടാക്കുന്നത് പിറ്റേ ദിവസമേ കിട്ടുള്ളൂ. രാവിലെ ഷീട്ടാക്കിയത് അപ്പം തന്നെ കിട്ടും, നെയ്പായസത്തിൻ്റെ കേട്ടോ. പിന്നെ പഴം, പഞ്ചസാര, വെണ്ണ, കളഭം, അത് കൗണ്ടർ പ്രവർത്തിക്കുന്ന എല്ലാ സമയങ്ങളും ഷീട്ടാക്കും ചെയ്യാം, എല്ലാ സമയത്തും നമുക്ക് തിരിച്ച് കിട്ടും ചെയ്യും. അതുപോലെ പാലട, ഇരട്ടിപ്പായസം, അത് വൈകുന്നേരം 5 മുതൽ രാത്രി 9 മണി വരെയാണ്. അത് അപ്പോൾ ഷീട്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നത് വരെ സുമാർ ഒരു 12 മണിക്കും 1 മണിക്കും ഇടയ്ക്ക്, 1 മണി എന്ന് പറഞ്ഞാൽ 2 മണി വരെ ഒക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. ആ സമയത്ത് പിറ്റേ ദിവസമേ കിട്ടുള്ളൂ ഈ പാലടയും ഇരട്ടി പായസവും. പിന്നെ ഉള്ളത് ശർക്കര പായസവും ത്രിമധുരവും, അത് കാലത്ത് 4 മണി മുതൽ 11 മണി വരെ ഷീട്ടാക്കാം. ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നത് വരെ സുമാർ ഒരു 12 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നീട് പാൽപ്പായസം കാലത്ത് 4 മണി മുതൽ 11 മണി വരെ ഷീട്ടാക്കാം. വൈകുന്നേരം 5 മുതൽ 9 വരെ ഷീട്ടാക്കാം. അത് കാലത്ത് ഒരു 9നും 9:30ക്കും ആണ് തുടങ്ങും. ഏകദേശം ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്ന വരെ ഒരു 2 മണി വരെയൊക്കെ ഉച്ചയ്ക്കിൽ കിട്ടും. പിന്നെ അതിൽ ബാലൻസ്, അതായത് പിന്നീട് വരുന്നത് ഒരു 5 to 6, അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതിൽ ബാലൻസ് വന്നു വെച്ചാൽ അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നീട് വരുന്നത് അന്ന് തന്നെ വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം ഒരു 8:30, അത്താഴപൂജ നട തുറന്നതിന് ശേഷമാണ് പാൽപ്പായസം. പിന്നെ നട അടയ്ക്കുന്നത് വരെ, അതായത് ഒരു 9 വരെ ഇവരുടെ സമയം, ഒരു അരമണിക്കൂർ, അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ആ സമയത്ത് പാൽപ്പായസം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അത് ആ നട അടയ്ക്കുന്ന അത്താഴപൂജ കഴിഞ്ഞിട്ട് നട ഒരു 8-8:30 ഇടയിലാണ് പായസം കിട്ടുക കേട്ടോ. അതിന് വൈകുന്നേരം 5 മണി മുതൽ ഷീട്ടാക്കാം. പിന്നെ അപ്പം, അട, അവിൽ കാലത്ത് 4 മണി മുതൽ 11 മണി വരെ ഷീട്ടാക്കാം. പിന്നെ രാത്രി നിവേദ്യം കഴിഞ്ഞിട്ടാണ് അത്താഴ ശീവേലി തുടങ്ങുന്നത് വരെ, അത്താഴപൂജ കഴിഞ്ഞിട്ട് അത്താഴ ശീവേലി തുടങ്ങുന്നത് വരെ കിട്ടും. അത്താഴ ശീവേലി എന്ന് പറഞ്ഞാൽ 9 മണി വരെ ഒക്കെ തന്നെ കൗണ്ടറുള്ളൂ, അപ്പോൾ അതുവരെ കിട്ടും. പിന്നെ ഉള്ളത് കളഭം ഉരുളയാണ്. അത് കാലത്ത് 4 മുതൽ 11 മണി വരെ ഷീട്ടാക്കിയത് പിറ്റേ ദിവസം കാലത്ത് 5 മണി മുതൽ കിട്ടും. അതുപോലെ വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ, രാത്രി 9 മണി വരെ ഷീട്ടാക്കിയത് 2-ാം ദിവസം കാലത്ത് 5 മണി മുതലാണ് കിട്ടുക. വൈകിട്ട് ആവണത് പിറ്റേ 2-ാമത്തെ ദിവസമേ കിട്ടുള്ളൂ എന്നർത്ഥം. പിന്നെ ഉണ്ടമാല, തിരുമടിമാലയൊക്കെ അത് അന്ന് കിട്ടും വൈകുന്നേരത്തെ കേട്ടോ. ഇത്രയാണ് ഗുരുവായൂർ അമ്പലത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളല്ല, നിവേദ്യങ്ങൾ നമുക്ക് കിട്ടാനുള്ളത്. ഇതിപ്പോൾ നമ്മളെ ഭക്തർ ചോദിച്ചിരുന്നു, മലർ നിവേദ്യം എപ്പോഴാണ് കിട്ടുക, നെയ്പായസം എപ്പോഴാണ് കിട്ടുക. അപ്പോൾ അതിനൊരു മറുപടി ആയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇനി അവിടെ ചെന്ന് കളവുരുള ഒക്കെ പ്രധാനമാണ്. അത് അര ഉരുളയ്ക്ക്, അതായത് മുഖക്കാപ്പും മുഴുക്കാപ്പും എന്നൊക്കെ പറയും. അത് ഒരു ഉരുള കൊണ്ടുള്ളതിന് 1800 രൂപയും അര ഉരുളയ്ക്ക് 900 രൂപയൊക്കെയാണ്. അതൊരു ദിവസം മുന്നേ വേണം.
ഒരു ദിവസം 2 ദിവസം മുന്നൊക്കെ ആണെങ്കിൽ അത് സാധനം കിട്ടും. അത് ലഭ്യതയ്ക്ക് അനുസരിച്ചാണ് കിട്ടുക. അത് ഏറ്റവും മഹത്തരാണ്. അപ്പോൾ അതൊക്കെ നോക്കിക്കോളൂ കേട്ടോ വരുന്ന ആളുകൾ. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ആ പ്രസാദവും ഗുരുവായൂരപ്പൻ്റെ കടാക്ഷവും ഒക്കെ കിട്ടട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ.